ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ എൻക്ലെക്സ് ആറിന്റെ വീഡിയോയിൽ ഞാൻ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ എക്സാം അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് പോലെ കുറച്ച് കാര്യങ്ങൾ ഓരോ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ പാർട്ട് 1 ആണ്. ഇതിൽ 2 പോയിന്റ്സ് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ കുറച്ച് പോയിന്റ്സ് ഒക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എളുപ്പമാക്കാം. സോ ഓരോ പാർട്ടിലും നമ്മൾ ഓരോ 2 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രയോറിറ്റൈസേഷൻ ആൻഡ് ഡെലിഗേഷൻ ആണ്. അപ്പൊ അതിന് എക്സാമിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ എൻക്ലെക്സ് ആറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എൻക്ലെക്സ് ആറിൻ്റെ ഒരു ടോപ്പിക്കും ബൈഹാർട്ട് ചെയ്ത് പോയി അത് നമുക്ക് എക്സാമിന് പെർഫോം ചെയ്യാം, ബൈഹാർട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എക്സാമിന് പെർഫോം ചെയ്യാം എന്ന് കരുതരുത്. ഇത് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പോയിട്ട് എഴുതേണ്ട ഒരു എക്സാം അല്ല. നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് യൂസ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനോടനുസരിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷനോടനുസരിച്ച് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കണ്ടീഷൻസ് പഠിക്കുമ്പോഴും അത് മനസ്സിലാക്കി പഠിക്കുക, അല്ല നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. സോ ഒരു വട്ടം ഒരാൾ പറഞ്ഞു തന്നാൽ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ്റെ പേര് കേട്ടാൽ ഉടനെ അത് എന്താണെന്ന് മൈൻഡിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ആദ്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. ആൻഡ് ഓൾസോ ഇവിടെ ഞാൻ പ്രയോറിറ്റൈസേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം എല്ലാ എൻക്ലെക്സ് ആറിൻ്റെ എക്സാമിന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോറിറ്റൈസേഷൻ പല രീതിയിൽ ക്വസ്റ്റ്യനിൽ കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രയോറിറ്റൈസേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, സോ പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക? പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പേഷ്യൻറ്റിനെയാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇപ്പം നമുക്കൊരു 5 പേഷ്യൻ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ 5 പേഷ്യൻറ്റിൽ ഏത് പേഷ്യൻ്റ്, നമുക്ക് സമയമില്ല, നമുക്ക് ഒരു പേഷ്യൻറ്റിനെ പെട്ടെന്ന് പോയി കണ്ടിട്ട് വേറെ ആരെയും നോക്കാനുള്ള ടൈമില്ല, അതുകൊണ്ട് ഒരു പേഷ്യൻറ്റിനെ പെട്ടെന്ന് കാണുക, പിന്നെ നമ്മൾ അവിടുന്ന് വാക്ക് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഏത് പേഷ്യൻറ്റിനെ പോയി കാണും. അപ്പോൾ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചും സിറ്റുവേഷൻ അനുസരിച്ചുമാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്കില്ല് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രയോറിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ബിസി വാർഡിൽ നമ്മൾ എങ്ങനെ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യും? ഓക്കെ, സോ പ്രയോറിറ്റൈസേഷനിലൂടെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പേഷ്യൻറ്റിൻ്റെ എയർവേക്കും ബ്രീത്തിങ്ങിനുമാണ്. ഓക്കെ, എയർവേ, ബ്രീത്തിങ് ആൻഡ് ഓൾസോ സേഫ്റ്റി, ഈ 3 കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എയർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ എയർവേ ക്ലിയർ ആണോ? ഈ ക്ലിയർ അല്ലാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ചില അലർജീസ് വരുമ്പം, റെസ്പിറേറ്ററി അലർജീസ് വരുന്ന സമയത്ത് എയർവേ നാരോ ആവുകയും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയും ചെയ്യും. സോ അതിനുവേണ്ടി നിങ്ങൾ എയർവേ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സോ പേഷ്യൻറ്റിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ എയർവേ ക്ലിയർ അല്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക? അതിനാദ്യം പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, പേഷ്യൻറ്റിന് ഇനഫ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നുണ്ടോ? ഓക്കെ, പേഷ്യൻറ്റിന് ഓക്സിജൻ അഡിക്വേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? അങ്ങനെ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. പേഷ്യൻ്റെ സേഫ്റ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? സേഫ്റ്റി എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് സൂയിസൈഡൽ ബിഹേവിയർ ഒക്കെ കാണിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, പേഷ്യൻ്റ് സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? സോ അങ്ങനെ എയർവേ, ബ്രീത്തിങ്, സേഫ്റ്റി, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ സർക്കുലേഷൻ, ബ്ലഡ് ഇനഫായിട്ട് ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സർക്കുലേഷനെ ബാധിക്കുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഓർക്കുക, ഈ ABCS, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, സേഫ്റ്റി, ഇതായിരിക്കണം നിങ്ങളുടെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും നോക്കിയിട്ടേ ആൻസർ ചെയ്യാവുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾസോ ABC കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത്, ഇപ്പോൾ ABC ഒന്നും നിങ്ങളുടെ ഓപ്ഷനിൽ ഇല്ലയെന്ന് വിചാരിക്കുക, അപ്പോൾ പിന്നെ ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, നൗ ക്ലയൻറ്റ് സ്റ്റേബിൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സിറ്റുവേഷൻസ് എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഓപ്ഷനകത്ത് സാധാരണ നമ്മൾ കാണുന്നതാണ് ഡിസ്ചാർജ് എഡ്യൂക്കേഷൻ വേണ്ട പേഷ്യൻസ്. സോ ഡിസ്ചാർജ് ചെയ്യുന്നത് പേഷ്യൻ്റ് സ്റ്റേബിൾ ആകുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. റുട്ടീൻ ടാസ്കുകളൊന്നും അത്ര പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളല്ല. ഒരു പേഷ്യൻ്റെ ഡയപ്പർ മാറ്റണം, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ബെഡ് മേക്ക് ചെയ്യണം, ഒരു പേഷ്യൻറ്റിന് സാമ്പിൾ എടുക്കണം എന്നൊക്കെ പറയുന്ന റുട്ടീൻ ടാസ്ക് ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഓൾസോ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈൻഡിങ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റിന് രാവിലെ സർജറി കഴിഞ്ഞു, വൈകിട്ടായപ്പോഴത്തേന് പെയിൻ ഉണ്ടെന്ന് പറയാണ്. സോ സർജറി കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടാവുന്നത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണ്. അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം.
ഓക്കെ. ആൻഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ പേഷ്യൻറ്റ് വിത്ത് സ്ട്രൈഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, എയർവേ ഇഷ്യൂ ആണ് അല്ലേ, ഇസ് സീൻ ബിഫോർ എ പേഷ്യൻറ്റ് വിത്ത് ഹൈ ഫീവർ ഉള്ള പേഷ്യൻറ്റ്, അത് എത്ര ഹൈ ഫീവർ ആണെന്ന് പറഞ്ഞാലും ഈ സ്ട്രൈഡർ ഉള്ള പേഷ്യൻ്റാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് ആദ്യം കൊടുക്കേണ്ടത്. എ പേഷ്യൻറ്റ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ ഇസ് സീൻ ബിഫോർ എ പേഷ്യൻറ്റ് വിത്ത് വൂണ്ട് ഇൻഫെക്റ്റഡ് ആണ്, ഭയങ്കരമായിട്ട് പേഷ്യൻറ്റ് പെയിൻ ആണെന്നൊക്കെ അത്രയും ആ വൂണ്ട് ഇൻഫെക്ഷൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഓക്സിജൻ സാച്ചുറേഷൻ വേണം എന്ത് ചെയ്യാനായിട്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്. സോ നമ്മളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത് ഔട്ട് ഓഫ് പിറ്റിഫുൾനെസ് അല്ല, അതായത് നമുക്ക് അയ്യോ വൂണ്ട് ഇൻഫെക്ഷൻ അല്ലേ, പെയിൻ ആയിരിക്കുമല്ലോ, അങ്ങനെ ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ സ്ട്രാറ്റജീസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ABC ഇമ്പോർട്ടൻസ് കൊടുക്കുക എപ്പോഴും. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ സൈക്കോസോഷ്യൽ നീഡ്സ് ഒക്കെ ലാസ്റ്റ്, ഇറ്റ് കംസ് ലാസ്റ്റ്. ലൈക്ക് ഫിസിക്കൽ നീഡും സൈക്കോസോഷ്യൽ നീഡും ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു പേഷ്യൻറ്റ് ക്രൈയിങ് ആണെന്ന് പറയുന്നതും പിന്നെ ഒരു പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടെന്ന് ചെയ്യാണ്. അപ്പോൾ ആ ക്രൈയിങ്ങിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് ആ പെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫിസിക്കൽ നീഡ് ഉണ്ടെങ്കിൽ സൈക്കോസോഷ്യൽ നീഡ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഓക്കെ. എ പേഷ്യൻറ്റ് ഹാവിങ് എ പാനിക് attack is not seen before a patient with an airway obstruction ആണ് again അവിടെ ഇമ്പോർട്ടൻറ്റ്. സോ അത് ഓർത്ത് വെച്ചാൽ മതി പ്രയോറിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ആരെ ആദ്യം കാണണം എന്ന് പറയുന്ന അതേപോലെ തന്നെ പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ പോലെ തന്നെ നമ്മളോട് ചോദിക്കും ആരെ ആദ്യം കാണണം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അറ്റൻഷൻ ആവശ്യമാണ്. ആരൊക്കെയാണ് ഈ അൺസ്റ്റേബിൾ പേഷ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത സിംറ്റംസ് ഉള്ള പേഷ്യൻസ്, ലൈക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകുക, പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുക, ഡിഫിക്കൽട്ടി പെട്ടെന്ന് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകുക. ഓക്കെ. അങ്ങനെയുള്ള പുതിയ ന്യൂ ഓൺസെറ്റ് സിംറ്റംസ് ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ടവയാണ്. ഓക്കെ. ഓൾസോ അക്യൂട്ട് കണ്ടീഷൻസ് ലൈക്ക് സ്ട്രോക്ക്, MI, സെപ്സിസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പെട്ടെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു കണ്ടീഷൻ വേഴ്സൺ ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് 24 hours പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിൻ്റെത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈ റിസ്ക് ആണ്. ഓക്കെ. സോ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് 24 hours ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ടതാണ്. ഹെമറേജ് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെയധികം ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അബ്നോർമൽ വൈറ്റൽ സൈൻസ് ലൈക്ക് ബ്രാഡികാർഡിയ സിവിയർ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് നോർമൽ വാല്യൂസ് പഠിച്ചു വെക്കുക. ഓക്കെ. ഓൾട്ടേർഡ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സിന് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുകയാണെങ്കിൽ ഫോൾസ് ഓർ റീസെൻറ്റ് ട്രോമ ഇതൊക്കെയാണ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ട നമ്മൾ ആദ്യം കാണേണ്ട അൺസ്റ്റേബിൾ പേഷ്യൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് കണ്ടീഷൻസ്. ഓക്കെ. ഇനി സ്റ്റേബിൾ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ആരൊക്കെയാണ്? ക്രോണിക് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ലൈക്ക് COPD, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ ക്രോണിക് കണ്ടീഷൻസ് ആണ്. അത് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ എലിമിനേറ്റ് ചെയ്യുക. എക്സ്പെക്റ്റഡ് ഫൈൻഡിങ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ മെഡിക്കേഷൻ കൊടുക്കാൻ പറയുന്നത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എഗെയിൻ ഡിസ്ചാർജ് റെഡി ആയിട്ടുള്ള പേഷ്യൻസ്, ചെറിയ സിംറ്റംസ് ലോ ഗ്രേഡ് ഫീവർ, മൈൽഡ് നോസിയ ഇതൊക്കെ മൈൽഡ് സിംറ്റംസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അതൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ്. അൺസ്റ്റേബിൾ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80/40 BP ഉള്ള ഒരാൾ ഒരു അൺസ്റ്റേബിൾ പേഷ്യൻ്റ് ആണ്. അല്ലെങ്കിൽ ന്യൂ ഓൺസെറ്റ് കൺഫ്യൂഷൻ ഉണ്ടാകുവാണെങ്കിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ ആദ്യം കാണണം. ആൻഡ് ഡയബറ്റിക് പേഷ്യൻസിന് ഇൻസുലിൻ വേണം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ്. സോ പ്രയോറിറ്റൈസേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ പറഞ്ഞു, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ടാസ്ക് നമ്മൾ വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, നമ്മൾ വേറൊരാൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരിക്കലും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ടേപ്പ് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല. ടേപ്പ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്, അസസ്മെൻറ്റ്, പ്ലാനിങ്, ഇവാലുവേഷൻ അത് എല്ലാം RN ചെയ്യേണ്ടതാണ്, രജിസ്റ്റേർഡ് നേഴ്സ് ചെയ്യേണ്ടതാണ്. ഓക്കെ. സോ RN ആണ് ടീച്ച് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നതൊക്കെ. LPN എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലയൻറ്റിനെ നമുക്ക് LPN ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. UAP അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ ബേസിക് ആയിട്ടുള്ള റുട്ടീൻ ടാസ്കുകളൊക്കെയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. നൗ ഡെലിഗേഷനിൽ RN എന്താണ് മസ്റ്റായിട്ടും ചെയ്യേണ്ടത്, അതായത് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ്? അസസ്മെൻ്റ് ആകുന്ന അസസ്മെൻറ്റ് ചെയ്യേണ്ട എന്ത് കാര്യവും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല. ന്യൂ അഡ്മിഷൻ ആണ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റിന് ഇനീഷ്യൽ അസസ്മെൻറ്റ് കൊടുക്കണം, ജസ്റ്റ് ഒരു പേഷ്യൻറ്റ് ക്ലിനിക്കിലോട്ട് വന്നതേ ഉള്ളൂ, ഇതൊക്കെ എന്താണ് RN മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. ന്യൂ മെഡിക്കേഷനെ കുറിച്ചുള്ള ടീച്ചിങ്, പ്രൊസീജിയേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുക, ഡിസ്ചാർജ് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇതൊക്കെ ആരാണ്? RN ആണ് ചെയ്യേണ്ടത്. മെഡിക്കേഷൻസ് IV കൊടുക്കേണ്ടത് RN ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ RN ആണ് കൊടുക്കേണ്ടത്. ട്രയാജ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കെയർ പ്ലാനിങ്, അസസ്മെൻറ്റ്, ഇവാലുവേഷൻ ഇതെല്ലാം എന്താണ്
RN ആണ് ചെയ്യേണ്ടത്. അൺസ്റ്റേബിൾ പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് കംപ്ലീറ്റ്ലി RN മാത്രമാണ്. ഓക്കെ, നഴ്സിംഗ് ഡയഗ്നോസിസ് ഡെവലപ്പ് ചെയ്യേണ്ടതും പേഷ്യൻറ്റിൻ്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതും ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടതും ആരാണ്? RN തന്നെയാണ്. ഇത് പഠിച്ചു വെക്കുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആൻഡ് നമുക്ക് LPN ഉണ്ട് അല്ലേ, ലൈസൻസ്ഡ് പ്രാക്ടീസ് നഴ്സിന് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? സ്റ്റേബിൾ പേഷ്യൻറ്റിനെ മാത്രമേ അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഓറൽ സബ്ക്യൂട്ടേനിയസ് IM മെഡിക്കേഷൻസ് കൊടുക്കാം, IV കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, നൗ എഡ്യൂക്കേഷൻ, അതായത് ടീച്ചിങ് എന്ന് പറയുന്നത് RN ആണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇനീഷ്യൽ ടീച്ചിങ് RN ആണ് ചെയ്യേണ്ടത്. അതിനെന്തെങ്കിലും ക്ലാരിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഒന്നുകൂടെ കൊടുക്കാനോ റീഇൻഫോഴ്സ് ചെയ്യാനോ നമുക്ക് LPN സാധിക്കും. സോ ഇനീഷ്യൽ ടീച്ചിങ് എപ്പോഴും RN ആണ് കൊടുക്കേണ്ടതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഡേറ്റ കളക്ഷൻ മോണിറ്ററിംഗ് ഒക്കെ LPN ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫൈൻഡിങ്സ് എടുക്കാൻ പറ്റും. ഓൾസോ വൂണ്ട് കെയർ പെർഫോം ചെയ്യാം, ഡ്രസ്സിങ്ങിൻ്റെ ചേഞ്ചസ്, ട്യൂബ് ഫീഡിങ്, കത്തീറ്റർ ഇൻസേർഷൻ, ഇതൊക്കെ എന്ത് ചെയ്യാം? LPN ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എൻട്രൽ ഫീഡിങ്, ട്രക്കിയ കെയറിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ IV മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാം, ചില IV മെഡിക്കേഷൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ IV മെഡിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഓർത്തോണ്ട് അത് കൊടുക്കാതിരിക്കുന്നതാണ്, LPN കോഡിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് റുട്ടീൻ അല്ലെങ്കിൽ നോൺ കോംപ്ലക്സ് ടാസ്ക്. ഓക്കെ, ഒരു പേഷ്യൻ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലക്സ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊടുക്കരുത്. റുട്ടീൻ ആൻഡ് ബേസിക് ആയിട്ടുള്ള നോൺ കോംപ്ലക്സ് ടാസ്ക് UAPക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബാത്തിങ്, ഗ്രൂമിങ്, ഡ്രസ്സിങ്, ടോയ്ലറ്റിംഗ്, ഫീഡിങ്, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് പറ്റും. ആംബുലേഷൻ ആൻഡ് റീപൊസിഷനിങ്, ഒരു പേഷ്യൻറ്റിനെ റീപൊസിഷൻ ചെയ്യുക, മൂവ് ചെയ്യുക, ഓക്കെ, അതൊക്കെ ചെയ്യാൻ പറ്റും. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ മാത്രം വൈറ്റൽ സയൻസ് ചെയ്യാം. IO മെഷർമെൻറ്റ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലിനൻ ചേഞ്ചസ്, സ്പെസിമെൻ കളക്ഷൻ, എസ്പെഷ്യലി യൂറിൻ ആൻഡ് സ്റ്റൂൾ മാത്രം. ഓക്കെ, ആൻഡ് ഓൾസോ സ്റ്റേബിൾ പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ UAPക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് മെഡിക്കേഷൻസ് കൊടുക്കാൻ ഇവർക്ക് സാധിക്കില്ല. ഓക്കെ, ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് പറ്റില്ല. അസസ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ആ ടേപ്പ് ടാസ്ക് ഒന്നും ഇവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇത്രയാണ് LPN, RN, UAPക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിനനുസരിച്ച് വേണം നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. സോ എക്സാം പ്രിപ്പറേഷൻ്റെ ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റിനും ഡെലിഗേഷൻ ക്വസ്റ്റിനും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എക്സാം പ്രിപ്പറേഷൻ്റെ രണ്ടാമത്തെ സെഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.